നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 സെപ്റ്റംബർ മാസം 11-ാം തീയതി 1201 ആണ്ട് ചിങ്ങമാസം 26-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രം ശുഭനക്ഷത്രമാണ്. ഇപ്പോൾ ശുഭനക്ഷത്രം ഇന്ന് ശുഭദിനം, അതായത് വ്യാഴാഴ്ച, മഹാഗുരുവിൻ്റെ ദിവസമാണ് വ്യാഴാഴ്ച. ജ്യോതിഷ ശാസ്ത്രപ്രകാരം ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ബലവാനാണ് വ്യാഴം. വ്യാഴൻ്റെ 1/4 ബലമേ ശുക്രന് പോലും ഉള്ളൂ. അത്ര ശക്തമായിട്ടുള്ള ശുഭഗ്രഹമാണ് ശരിക്ക് വ്യാഴം. അപ്പോൾ ഇന്ന് വ്യാഴ ആഴ്ചയും അശ്വതി നക്ഷത്രം ശുഭനക്ഷത്രമായി വന്നിരിക്കുന്ന ഈ ദിവസം എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമാണ്. നമുക്ക് എന്ത് കാര്യത്തിന് വേണോ ഇറങ്ങാം. ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് വരും. അതുപോലെ ചിങ്ങമാസത്തിലെ അശ്വതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ, വാർഷിക ഫലം നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ അനുകൂലപ്രദമായ ഒരു വർഷമാണ്. അനുകൂലപ്രദമായ ഒരു വർഷത്തെ നമുക്ക് പ്രദാനം ചെയ്തു തരും. അപ്പോൾ സാമ്പത്തിക നേട്ടം, ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് വിജയസാധ്യത, അതുപോലെ എല്ലാ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാം. പ്രതീക്ഷിക്കാതെ ധന നേട്ടം ഉണ്ടാവും. ധനപുഷ്ടിയെ പ്രധാനമായിട്ട് അപ്രതീക്ഷിത ധനനേട്ടം, പ്രതീക്ഷിക്കാതെ ധനം വരും. മുടങ്ങിക്കിടക്കുന്ന പൈസ കിട്ടൂല എന്ന് പ്രതീക്ഷിക്കുന്ന കിട്ടാം. അല്ലാതെ മറ്റ് ഊഹ കച്ചവടങ്ങളിൽ നിൽക്കുന്നവർക്ക് വളരെ നേട്ടത്തെ, ഷെയർ മാർക്കറ്റിലാവട്ടെ, പ്രതീക്ഷിക്കാതെ നേട്ടത്തെ പ്രദാനം ചെയ്തു തരും. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ല കാലഘട്ടമാണ് ഈ ഒരു വർഷക്കാലവും. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലതാണ്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോഴും അനുകൂലപ്രദമാണ്. അപ്പോൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം. ഉച്ചയ്ക്ക് 1:30 മണി മുതൽ 3 മണി വരെയാണ് രാവുകാല സമയം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാവുകാലം 1:52 തുടങ്ങുകയുള്ളൂ. 3:23 വരെ രാവുകാല സമയമുണ്ട്. ഈ സമയം യാത്രയ്ക്ക് മാത്രം, ശുഭയാത്രയ്ക്ക് നല്ലതല്ല. പക്ഷേ ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും വളരെ സൂക്ഷിക്കണം. ഗുളികൻ്റെ ബന്ധം പറഞ്ഞ സമയം 6:20 മുതൽ ശരിക്ക് 9:20 മുതൽ 10:50 വരെ ഗുളികകാല സമയവും 6:18 മുതൽ 7:49 വരെ യമകണ്ഠ കാല സമയവും. ഈ സമയം ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം 11:57 തൊട്ട് 12:45 വരെ 48 മിനിറ്റ് നേരം. ഈ സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമാണ്. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കുക. മഞ്ഞ വസ്ത്രം, മഞ്ഞ മിക്സായിട്ടുള്ളതോ അല്ലെങ്കിൽ സ്വർണ്ണ കളറിലുള്ളതോ ആയിട്ടുള്ള വസ്ത്രം വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.